ഹായ്, വെൽക്കം ടു ടച്ച് കണക്ഷൻ. ഈ മാസം അതായത് മെയ് 17-ാം തീയതി ഞങ്ങള് 4 സുഹൃത്തുക്കൾ കൂടിയിട്ട് മേഘമല കാണാൻ വേണ്ടി പോയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഞങ്ങളൊരു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പെരുമ്പാവൂര് കോതമംഗലം വഴിയാണ് ഞങ്ങള് പോയത്. ഏതാണ്ട് കോതമംഗലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് പിന്നീട് ഞങ്ങള് അടിമാലിക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങള് രാജേക്കാട് കുമളി വഴിയാണ് പോയത്. കുമളിയിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് കമ്പം തേനി വഴി റൂട്ടുണ്ട്. അപ്പൊ കമ്പം തേനി വഴി പോയപ്പോൾ അവിടെ കമ്പത്തി എന്നപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഇൻഫർമേഷൻ കിട്ടി. അതായത് അവിടെ പ്രഷറിനും ഷുഗറിനും മരുന്ന്, അതായത് സിദ്ധ ഔഷധമാണ്. ആ ഒരു ക്ലിനിക്കിൽ ഞങ്ങൾ എന്തായാലും ചെന്ന്. കാരണം എൻ്റെ കൂടെ വന്ന ഒരു ഫ്രണ്ടിൻ്റെ വൈഫിന് ഷുഗർ ഏതാണ്ട് 300-ന് മേലെയാണ്. അവരാകെ കുറച്ച് അവശതയാണ്. അപ്പം അതുകൊണ്ടിട്ട് അന്നാ ഒന്നും മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്ന്. ഞങ്ങൾ 5 മണിയോടുകൂടി മരുന്ന് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്ന് ചായ എല്ലാം കുടിച്ച് അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മേഘമലയിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനായി. ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ഞങ്ങൾ മേഘമലയിൽ ചെന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് അവിടെ രാവിലെ 6 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. അവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ ചെന്നാലും ഞങ്ങൾ വീണ്ടും തിരിച്ചിട്ട് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ വീണ്ടും സിറ്റിയിൽ വന്ന് ഒരു അയോധ്യ എന്നാ എന്തോ പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറി. ഞങ്ങൾക്ക് 4 പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ള 1500 രൂപയുള്ളു. AC ആണ്. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പുറത്തു പോയി. ഞങ്ങൾ കുറച്ച് ബീഫും കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ചൂടാക്കി കുറച്ച് ബാക്കി ദോശയും ഓംലെറ്റെല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ ഡിന്നർ അങ്ങനെ അവിടെ കഴിച്ച്. എന്നിട്ട് ഞങ്ങൾ കുറേ പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങൾ അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. ഞങ്ങൾ അത് രാവിലെ 6 മണിക്ക് എല്ലാവരും റെഡിയായി. നമ്മളൊരു അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പിൽ പോയിട്ട് എല്ലാവരും ബ്ലാക്ക് ടീ ചായ എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മേഘമലക്ക് സ്റ്റാർട്ടായി. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്ററോളം പോകേണ്ടി വരും മേഘമലക്ക്. പോകുന്ന വഴി 2 സൈഡിലും മുന്തിരിത്തോട്ടവും കാറ്റാടി പാടങ്ങളൊക്കെയാണ്. അപ്പം അതെല്ലാം രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്ര അടുത്ത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി മേഘമല ചെക്ക് പോസ്റ്റിലെത്തിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്ലാസ്റ്റിക്, മദ്യം അങ്ങനെയൊന്നും അവർ അങ്ങോട്ട് കടത്തി വിടൂല. ഞങ്ങളുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങളുടെ വണ്ടിയുടെ നമ്പറും പേരും എല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മല കയറാനായിട്ട് പോയി. അത് വളരെയധികം ഹെയർ പിന്നോട് കൂടിയ ഒരു വളരെ നീളം കൂടിയ ഒരു മലയാണ്. വളരെ പൊക്കത്തിലും വളരെയധികം നീളത്തിൽ കിടക്കുന്ന ഒരു മലയാണ്. അത് നമ്മൾ പൊക്കത്തോട്ട് പോകും തോറും അതിൻ്റെ സൗന്ദര്യം കൂടിക്കൂടി വരണയാണ്. അങ്ങനെ ഞങ്ങൾ പലയിടത്തും നിർത്തി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അതിൻ്റെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മേഘം വന്നിട്ട് കുറേ പഞ്ഞി കെട്ട് പോലെയുള്ള വെള്ള കൂട്ടമാണ്. അത് കാണാൻ ഭയങ്കര രസമാണ്. സാധാരണ മലയുടെ അപ്പുറത്തായിട്ട് ഏതോ നമ്മൾ സിനിമയുടെ സെറ്റ് ഇട്ടേക്കണ പോലെ കുറേ മേഘക്കട്ടകൾ ഇങ്ങനെ വന്നിരിക്കണേണ്. അപ്പം അതുകൊണ്ടായിരിക്കാം അതിനെ മേഘമല എന്ന് പറയണത്. അപ്പം അത് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റിയൊരു സാധനം തന്നെയാണ്. ഞങ്ങളങ്ങനെ അത് ഒരു 2 മണിക്കൂറോളം പോകേണ്ടി വന്നു. അത്ര ദൂരമുണ്ട് അതിങ്ങനെ പോകാനായിട്ട്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു ഡാമുണ്ട്. അപ്പൊ ഞങ്ങൾ ഡാമിന്റെ അവിടെ ചെന്നപ്പോൾ ഒരാൾ അവിടെ നിന്ന് വെള്ളം എടുക്കണ്ടായിരുന്നു. അപ്പൊ അയാളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പോലീസുകാരനാണ്, ചെറുപ്പക്കാരനാണ്. പുള്ളി ഒരു 4 ദിവസമായിട്ടുള്ള അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ് ഇന്നലെ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ചെറിയൊരു ആനക്കൂട്ടം അപ്പുറത്തുകൂടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ഈ മേഘമലയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 6 മണി കഴിഞ്ഞാൽ ആന, പുലി ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങണതാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അവിടെ അധികം ആൾക്കാർ താമസിക്കാത്തത്. അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്നത്. നമ്മൾ പൊക്കത്തോട്ട് ചെല്ലുന്തോറും അവിടെ വലിയൊരു ലേക്ക് കാണാൻ പറ്റും. ലേക്കിനോട് ചേർന്ന് കുറെ തേയിലത്തോട്ടമാണുള്ളത്.
അപ്പൊ ആ തേയിലത്തോട്ടം നോക്കാനായിട്ടുള്ള തേയില നുള്ളാനുള്ള ആൾക്കാരും അത് നോക്കാനും ഉണക്കാനും പിടിക്കാനൊക്കെയുള്ള ചെറിയ ഒരു ലയം എന്നാണ് പറയണെന്ന് തോന്നുന്നത്. ആ ലയത്തിലാണ് കുറെ ആൾക്കാർ താമസിക്കുന്നത്. വളരെ ചെറിയൊരു ഷെഡ് പോലത്തേലാണ് ചായയും കാപ്പിയൊക്കെ കിട്ടണത്. പിന്നെ കുറച്ച് പൊക്കത്തേക്ക് പോയപ്പോഴാണ് ചെറിയൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റി. അതൊരു അനുഗ്രഹമാണ്. കാരണം നമ്മളൊരു 2 മണിക്കൂറോളം കയറി വരുമ്പോൾ ഒരു ചായ പോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ഫുഡ് നമ്മൾ കരുതണം. അപ്പൊ ഞങ്ങൾ കുറച്ച് നമ്മുടെ കയ്യിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഏതാണ്ട് ഒരു 1-2 മണിക്കൂറോളം ഒരു ടോപ്പ് സ്റ്റേഷന്റെ അടുത്ത് എത്തിയായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. ഇപ്പൊ മൂന്നാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആകെ ഉള്ളത് കുറച്ച് ടോപ്പ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് 2 ആൾക്ക് 1200 രൂപയാണ് അവിടെ സ്റ്റേ ചെയ്യണതിന്. പിന്നെ ചെറിയ 1-2 ബംഗ്ലാവുകളാണ് അവിടെ ഉള്ളത്. അതാണ് അവിടെ ആകെയുള്ള സംഭവം. പിന്നെ എനിക്ക് മനസ്സിലായത് ഭയങ്കര സൗന്ദര്യമുള്ളൊരു മലയാണിത്. കൂടാതെ നല്ല ഫ്രഷ് എയർ കിട്ടും. അപ്പോൾ എനിക്കറിയാവുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫ്രഷ് എയർ കിട്ടുന്നത് ഐസ്ലൻഡ്, കാനഡയാണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. പിന്നെ നമ്മുടെ ഊട്ടിയിൽ കോത്തഗിരിയിലും ഭയങ്കര ഫ്രഷ് എയറാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ അത്രയും പൊല്യൂഷനൊന്നുമില്ല. ഇവിടെയും കുറച്ചും കൂടി ഫ്രഷ് എയർ ആണെന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ഇവിടെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂന്നാർ പോലെ അവിടെ അത്രയും അത് വളർന്നിട്ടില്ല. അങ്ങനെ വളർന്നാൽ കുറച്ചും കൂടി നല്ല ഹോം സ്റ്റേയും കാര്യങ്ങളും റിസോർട്ടൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് തമിഴ്നാടിന് ഒരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഇവിടുത്തെ കാഴ്ച നമ്മൾ ഈ മേഘം ഇങ്ങനെയുള്ളത് പോലട്ടെ ഒരു സ്വർഗത്തിൻ്റെ ഒരു ഫീല് നമ്മൾ സങ്കല്പമല്ല. അപ്പം ആ ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഈ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു ചെറിയൊരു സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഒരാള് ഭൂമിയിൽ വളരെ നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കി ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചിലവാക്കാതെ സിനിമക്ക അല്ലെങ്കിൽ വലിയ ടൂറാ അങ്ങനെയൊന്നും പോയില്ല. ഭയങ്കര ഭക്തനായിട്ട് ജോലിക്ക് പോകും, തിരിച്ചു വരും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പം ഇയാൾ മരിച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിലെത്തി. അപ്പം ഇയാളുടെ ദൈവത്തിനോട് ചോദിക്കണാണ്, ദൈവമേ, ഞാൻ നല്ല രീതിയിലൊക്കെ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്, എന്നെ സ്വർഗത്തിലേക്ക് എടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ചോദിച്ചത്, എടാ നീ സ്വർഗത്തിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്, താഴെയാണ് സ്വർഗം, നീ അത് ആസ്വദിച്ചില്ലേ? ഞാൻ സ്വർഗം നിങ്ങക്ക് വേണ്ടി അവിടെ പണിതിട്ടേക്കണല്ലേ, നീ അതൊക്കെ കാണാണ്ട് ഇങ്ങോട്ട് വന്നേക്കണാണെന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തെ പിണങ്ങണേന്ന്. അപ്പോഴാണ് പുള്ളിക്ക് പറ്റിയ അബദ്ധത്തിനെ കുറിച്ച് പുള്ളി ചിന്തിക്കണത്. കാരണം ഇവിടെ സ്വർഗമുണ്ട്, പുള്ളിക്കത് മനസ്സിലായില്ല. പുള്ളി പണിയെടുക്കുക, കിടന്നുറങ്ങുക, ജീവിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിപ്പോയി. അപ്പൊ പുള്ളി ചോദിക്കണം, എന്താ എന്നെ ഒന്നും കൂടി താഴേക്ക് വിടാമോ എന്നാണ് ചോദിക്കണത്. അപ്പൊ ദൈവം പറയേ, എന്തായാലും നീ വന്നതല്ലേ, അപ്പുറത്ത് പോയിട്ട് ഇത്തിരി കഞ്ഞി ഞമ്പത്തേക്ക് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നെ ആലോചിക്കാന്ന് പറയും. അപ്പൊ അതാണ് ഈ സ്വർഗം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഫോറിനിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് ഹാർലി ഡേവിഡ്സനൊക്കെ എടുത്തിട്ടാണ് ലോകം കാണാൻ വേണ്ടി പോണത്. അപ്പൊ അതാണ് ഈ നമ്മുടെ ഈ ജീവിത രീതികളും ഈ ഓരോ സ്ഥലത്തുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആയിപ്പോണതേ. പക്ഷെ ഇപ്പൊ ലോകം മാറി, നമുക്ക് കുറച്ചും കൂടി അറിവും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചും കൂടി മാറ്റം വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഞാനത് കൊണ്ടിട്ടാണ് കുറച്ചെങ്കിലുമൊക്കെ യാത്ര ചെയ്യണത്. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഒരു 10:30 തിരിച്ച് താഴെ ഇറങ്ങി. താഴെ നമ്മൾ പോകുന്ന വഴിക്ക് നിറയെ വാഴത്തോട്ടം, മുന്തിരിത്തോട്ടം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വലിയ കാറ്റാടിപ്പാടങ്ങൾ, അതെല്ലാം കാണാൻ പറ്റി. അതെല്ലാം ഞങ്ങൾ അടുത്ത് പോയിട്ട് എടുത്ത്, ആ കാറ്റാടിപ്പാടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20 അടിക്ക് മേലെയാണ് അതിൻ്റെ ഡയ. ഒരു 10-50 അടിയോളം പൊക്കത്തിലാണ്. ഭയങ്കര വലിയ സൈസാണ്, നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല. അതിൽ നിന്ന് എന്തോ ലക്ഷക്കണക്കിന് രൂപയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പറഞ്ഞു കേട്ടത്. പപ്പായത്തോട്ടം ചെറിയ പപ്പായത്തോട്ടം, അതൊരു 3 അടി ഹൈറ്റ് ഉള്ളു. പക്ഷെ അതിൻ്റെ താഴെയുള്ള ആ പപ്പായ കൂട്ടം കാണണം. വീണ്ടും നമ്മൾ തിരിച്ച് സിറ്റിയിൽ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടല്ലേ പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ച് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഒരു 12 മണിയോടുകൂടി നമ്മൾ
എറണാകുളത്തേക്ക് തിരിച്ച് പോരുന്ന വഴി നിറയെ റോട്ടിലിങ്ങനെ മുന്തിരി, പിന്നെ വൈൻ, മാങ്ങ അതെല്ലാം വിൽക്കണ്ടായിരുന്നു. ഞാനൊരു വൈൻ മേടിച്ച്, പലരും മുന്തിരി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ ഞങ്ങളവിടെ നിന്ന് ഐസ്ക്രീം കാപ്പിയെല്ലാം കഴിച്ച് പയ്യെ വീണ്ടും നമ്മൾ കുമളി വഴി ആണ് തിരിച്ചു പോകുന്നത്. കുമളി വഴി ഞങ്ങൾ പിന്നെ കോട്ടയത്തേക്ക് വന്ന് അവിടെ നിന്നാണ് തിരിച്ച് എറണാകുളത്തേക്ക് വന്നത്. കോട്ടയം ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു, വണ്ടി ഓടിക്കാൻ പറ്റാത്ത അത്ര മഴയായിരുന്നു. കമ്പത്തേക്ക് തിരിയണ വഴിയിൽ തന്നെ ഒരു ചെറിയൊരു ബാറുണ്ടായിരുന്നു, നല്ലൊരു ബാറാണ്. അവിടെ കയറി ചപ്പാത്തി, ചില്ലി ചിക്കൻ അങ്ങനെ സാധനങ്ങൾ, അതിന്റെ കൂടെ 2 ബാറിൽ കയറിയതല്ലേ, 2 ബിയർ അടിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ 2 ബിയറൊക്കെ അടിച്ച് ആ ബാറ് ഭയങ്കര നല്ലൊരു രസമുള്ള സാധനമാണ്. നല്ല ഒരു മരമൊക്കെ വെച്ചിട്ട് ഒരു ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴെ അവര് കുറെ പയറ് അങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അവരവിടെ നിന്ന് തന്നെയുള്ള കപ്പയൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ തോന്നുന്നുണ്ട്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഏതാണ്ട് ഞങ്ങളൊരു 11 മണിയോടുകൂടി എറണാകുളത്തെത്തി. എല്ലാവരും അവരവരുടെ വീട്ടിലെ കൊണ്ടാക്കി. നമ്മള് അങ്ങനെയാണ്. എന്തായാലും ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു ഈ ട്രിപ്പ്. മേഘമല ഒരു നല്ല അനുഭവം തന്നെയാണ്. ആൾക്കാർക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ എത്തിച്ചേരാനായിട്ട് ഇത്തിരി പാടാണ്. കാരണം ഗൂഗിളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നെറ്റൊന്നും ഇല്ലാത്ത കൊണ്ടിട്ടേ എത്തിപ്പെടാനായിട്ട് ഇത്തിരി പാടാണ്. നമ്മള് കമ്പം തേനിയിലാണ്. അവിടെ ചെന്നിട്ട് ചോദിച്ചു പോകണമായിരിക്കും കുറച്ച് ബുദ്ധി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.